ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്ന കോയിൻ പൊറോട്ടയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. കോയിൻ പൊറോട്ട വളരെ ചെറിയ പൊറോട്ടയായിരിക്കും. പാർട്ടികളിലൊക്കെയാണ് മിക്കപ്പോഴും ഇത് ഉണ്ടാക്കുന്നത്. കാരണം പാർട്ടിയിലൊക്കെ കുറേ വിധം ഫുഡ് ഉണ്ടാകുന്ന സമയത്ത് വലിയ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേസ്റ്റ് ആവും. ഒരുപാട് വിധം ഫുഡ് കഴിക്കുമ്പോൾ ഒരു വലിയ പൊറോട്ടയൊന്നും നമുക്ക് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പൊറോട്ട ഉണ്ടാക്കിയാൽ ഫുഡ് അധികം വേസ്റ്റ് ആവാതെ സൂക്ഷിക്കാം. പൊറോട്ട മാത്രമല്ല, പാർട്ടികളിൽ ചപ്പാത്തി, ബട്ടൂര എന്തുണ്ടാക്കുകയാണെങ്കിലും സൈസ് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഈ കോയിൻ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് ആട്ട എടുക്കാം, അതായത് വീറ്റ് ഫ്ലോർ എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിലും ഈ ആട്ടപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഓയിൽ ആട്ടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഗോതമ്പ് പൊടി കുഴക്കാൻ ആവശ്യമായ അത്രയും വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല മയം വരുന്നത് വരെ നന്നായിട്ട് കുഴക്കണം. ആവശ്യമാണെങ്കിൽ കയ്യിൽ അല്പം ഓയിൽ തടവാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ വളരെ നന്നായിട്ട് ഞാൻ ഈ ആട്ടപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ച് 2 മുതൽ 3 വരെ മണിക്കൂർ വെച്ചതിന് ശേഷം പൊറോട്ട ഉണ്ടാക്കാം. ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഉപയോഗിച്ച് പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ മാവ് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോ മറ്റോ ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കാം. ഏകദേശം ഒരു വലിയ ചപ്പാത്തിയുടെ അത്രയുമുള്ള ഒരു ഉരുള മാവ് എടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ മുഴുവനും ഉരുട്ടി വെക്കാം. ഇതിപ്പോൾ 7 ഉരുള മാവുണ്ട്. ഇതിൽ നിന്നും ഇനി ഒരെണ്ണം എടുത്ത് ഈ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ തന്നെ നമുക്ക് അല്പം എണ്ണ തടവിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. വളരെ നേരിയതായിട്ട് പരത്തിയെടുക്കണം. ഇതുപോലെ നേരിയതായിട്ട് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കുന്ന തോന്നുകയാണെങ്കിൽ മുകളിൽ വീണ്ടും അല്പം എണ്ണ തടവിയതിന് ശേഷം വീണ്ടും പരത്താം. അങ്ങനെ വളരെ നേരിയതായിട്ട് ഞാനിത് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നീളത്തിൽ 9 അല്ലെങ്കിൽ 12 നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്യാം. ഞാനിതിപ്പോൾ ഏകദേശം 9-10 പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തും ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ഗോതമ്പ് പൊടി വിതറി കൊടുക്കാം. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തും ഗോതമ്പ് പൊടി വിതറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത 3 അല്ലെങ്കിൽ ഒരു 4 പീസ് എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് വെക്കാം. മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ 3 പീസ് എടുത്തിട്ടാണ് താഴെ മുകളിലായിട്ട് വെക്കുന്നത്. ഇങ്ങനെ അട്ടിയായിട്ട് 3 ലെയർ വെച്ചതിന് ശേഷം നമുക്കിത് ഒരുമിച്ചെടുത്ത് പൊറോട്ട ചുരുട്ടുന്നത് പോലെ തന്നെ ചുരുട്ടിയെടുക്കാം. സാധാരണ നമ്മൾ മൈദ പൊറോട്ടയൊക്കെ ചുരുട്ടുന്നത് പോലെ തന്നെ ചുരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വളരെ ചെറിയ കോയിൻ പൊറോട്ടയാണ് വേണ്ടതെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഈ 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ അല്പം ഒരു വലിപ്പം ഉണ്ടാവും. നന്നായിട്ട് ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം താഴ്ഭാഗത്തേക്കാക്കി ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഉള്ളോട്ടൊന്ന് അമർത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു പൊറോട്ട ഇവിടെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ പൊറോട്ടയും ചുരുട്ടിയെടുക്കാം. മുഴുവൻ മാവും ഞാനിവിടെ ചുരുട്ടി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ അല്പം എണ്ണ തടവാം. അതിനുശേഷം ഓരോ മാവും എടുത്ത് നമുക്കിതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. റോളറൊന്നും ഉപയോഗിച്ച് പരത്തണ്ട. മൈദ പൊറോട്ട പോലെയല്ല, ബീറ്റ് പൊറോട്ട പെട്ടെന്ന് പരസ്പരം ഒട്ടിപ്പിടിച്ച് ലെയറൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. വളരെ ഈസിയാണ് കൈകൊണ്ട് പരത്താൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഒരു പൊറോട്ട ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. മുഴുവൻ പൊറോട്ടയും പരത്തി വെച്ചു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പത്തിരി തവയാണ് വെച്ചിട്ടുള്ളത്. ഇതാകുമ്പോൾ 3-4 പൊറോട്ട നമുക്ക് ഒരുമിച്ച് ചുട്ടെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ചെറിയ നോൺ സ്റ്റിക്ക് പാൻ വെച്ചാലും മതി, ഏതായാലും കുഴപ്പമില്ല. പൊറോട്ട ആദ്യം ഇട്ട ഉടനെ തന്നെ ഒരു 10 സെക്കൻഡൊക്കെ ആകുമ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നീട് ഒരു 3-4 പ്രാവശ്യം ഇടയ്ക്കിടെ തിരിച്ചു മറിച്ചിട്ട് പൊറോട്ട നന്നായിട്ട് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി, ഫ്ലെയിം കൂട്ടി വെക്കണ്ട. ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഇതുപോലെ ഓയിൽ പുരട്ടി കൊടുക്കാം മുകളിൽ. ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീ ആണ് ഇഷ്ടമെങ്കിൽ ഗീ പുരട്ടി കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ പൊറോട്ടയും ചുട്ടെടുക്കാം. ഇങ്ങനെ ചുട്ടെടുത്ത പൊറോട്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കണം. മൈദ പൊറോട്ട പോലെ വളരെ ശക്തിയായിട്ട് അടിക്കരുത്. ഇത് ആട്ട പൊറോട്ട ആകുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞു പോകും. അതുകൊണ്ട് അധികം ബലം കൊടുക്കാതെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ലെയർ ചെറുതായിട്ട് ഇളകി വരുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് പൊറോട്ട, അതായത് കോയിൻ പൊറോട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.